ആണുങ്ങൾക്ക് എപ്പോഴും തലവേദനയാകുന്ന ഒരു കാര്യമാണ് ഈ സ്കിന്നുള്ളവർക്കാണ്. തൊലിയുള്ളവർക്ക് തൊലി പുറകോട്ട് നിൽക്കുമ്പോഴേക്കും അവിടെ താഴ്ഭാഗത്തായിട്ട് കട്ട പിടിച്ച വെളുത്ത ചില അഴുക്കുകൾ അല്ലെങ്കിൽ സ്രവങ്ങൾ തങ്ങി നിൽക്കുന്നു. അതിന് ദുർഗന്ധവും കാണും. അപ്പോൾ അത് ചില സമയത്ത് കട്ട പിടിക്കുന്നതുകൊണ്ട് നന്നായിട്ട് കഴുകിയെന്ന് പറഞ്ഞാലും പോകുന്നില്ല. ഈ ഒരു കാര്യം കാണുമ്പോഴേക്കും ഇത് വല്ല അസുഖവുമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നെപ്പോഴും ആലോചിക്കും. പക്ഷേ അത് അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊന്നുമല്ല, സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ കുറച്ച് ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന സ്രവമാണ്. ഇപ്പം വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന വിയർപ്പ് അത് നമുക്ക് സ്വാഭാവികമായി വരുന്നതാണ്. പക്ഷേ അവിടെ തങ്ങി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ദുർഗന്ധം ഉണ്ടാകും. അതുപോലെ ചെവിക്കായം, ചെവിയിൽ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. പ്രൊട്ടക്ഷന് വേണ്ടി ആ ഭാഗത്തെ സ്കിൻ റിമൂവ് ചെയ്തവർക്ക്, അതായത് കട്ട് ചെയ്തവർക്ക് ഈ പ്രശ്നം ഉണ്ടാകില്ല. കാര്യം അത് കാലക്രമേണ ആ ഗ്രന്ഥികൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ അല്ലാത്തവർക്ക്, സ്കിന്നുള്ളവർക്ക് ഏറെയും കുറഞ്ഞു വിരിക്കും. ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ അങ്ങ് ഭയങ്കര പ്രശ്നമാവണമെന്നില്ല. അശ്രദ്ധ കൊണ്ട് കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് നേരങ്ങളോ ഇത് കഴുകാൻ മറന്നു പോവുകയാണെങ്കിൽ അവിടെ കട്ട പിടിച്ചിരുന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകും, പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും അത് പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് ഉരസരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ മൃദുവായ സ്കിന്നില്ലേ, ആ സ്കിന്നിൽ പോറലുകളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ അത് ചോക്കും. ആ സമയത്ത് പിന്നെയും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാൻ മാത്രമേ, അല്ലെങ്കിൽ ഭയങ്കരമായ വേദനയൊക്കെ ഉണ്ടാകാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അപ്പോൾ വാഷ്റൂമിൽ പോയ ശേഷം ആ ഭാഗം നീക്കിയിട്ട് നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ച് കഴുകി നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഒപ്പി ഈർപ്പരഹിതമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇനി അതോ മറന്നുപോയി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭയങ്കരമായിട്ട് തിരുമാതെ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ള ഇത്തിരി വെള്ളത്തിൽ, അതായത് മിതമായ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിടുക. ആ ഉപ്പിട്ട വെള്ളം കൊണ്ട് മൃദുവായിട്ട് കഴുകുക. ഒരിക്കലും അമർത്തി തുടയ്ക്കരുത്. അങ്ങനെ കഴിയുമ്പോഴേക്കും 2-3 ദിവസം കഴിയുമ്പോഴേക്കും രാവിലെയും വൈകിട്ടും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ക്ലീൻ ആകും. ഇനി അങ്ങനെയല്ല, അതിന് സമയമില്ല, അതൊക്കെ മെനക്കെടാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കുള്ള ഇന്റിമേറ്റ് വാഷ് കിട്ടും. ചില ആളുകൾ അമിതമായിട്ട് അവിടെ ഉരസുകയും അതേപോലെ സോപ്പിട്ട് പതപ്പിച്ച് കഴുകുകയൊക്കെ ചെയ്യും. അതൊക്കെ അവിടുത്തെ സ്കിന്നിനെ കുളമാക്കാനേ ഉപകരിക്കുള്ളൂ. അപ്പൊ ഇതൊരു പ്രശ്നമായി മാറിയവരും അതേപോലെ ആ ഭാഗം നല്ല ക്ലീൻ ആയിട്ട് സുഗന്ധപൂരിതമായി വെക്കണം എന്ന് വിചാരിക്കുന്നവരും എന്ത് ചെയ്യണം? ഈ മെൻസ് ഇന്റിമേറ്റ് വാഷ് 2 വട്ടം രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുക. അപ്പോൾ ഇൻഫെക്ഷൻ എല്ലാം മാറി ക്ലീൻ ആയിട്ടിരിക്കും. അപ്പൊ അവിടെ അഴുക്കുണ്ടാകും, അവിടെ എന്നും വൃത്തിയാക്കി വെക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു ബോധം വേണം. അപ്പോൾ ശരിക്കും പ്രശ്നമില്ലാത്തവർക്ക് പച്ചവെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലും മതി. ഈർപ്പോടെ നിൽക്കാതെ ഒപ്പിയെടുക്കുക. ഇനി പ്രശ്നമുള്ളവർക്ക്, അതായത് കട്ട പിടിച്ച അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ അമിതമായിട്ട് അവിടെ റബ്ബ് ചെയ്യാതെ ഉപ്പ് വെള്ളം ഉപയോഗിച്ച്, അതായത് ചെറു ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് ഈ പറഞ്ഞതുപോലെ ഇന്റിമേറ്റ് വാഷ് ഉപയോഗിച്ച് രാവിലെയും വൈകിട്ടും കഴുകിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷനും പോകും, ക്ലീൻ ആകും. ഇനി അവിടെ ചെറിയ അണുബാധ കാണുകയാണെങ്കിൽ ഒരു ആൻറ്റി ഫംഗൽ ക്രീം ഉപയോഗിക്കാം. കൂടുതലാണെങ്കിൽ ഡോക്ടറെ കാണണം. ഈ കാര്യങ്ങളെല്ലാം സ്ത്രീകൾക്കും ബാധകമാണ്.